മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ സുഹൃത്തും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അമ്മയുടെ മൊഴി. കുഞ്ഞിനെ കാണാനില്ല എന്ന പ്രദേശവാസികളുടെ പരാതിയിൽ അമ്മ ശ്രീപ്രിയയെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. യുവതി ഭർത്താവും മണികണ്ഠനെ ഉപേക്ഷിച്ച് 3 മാസം മുൻപാണ് സുഹൃത്ത് ജയസൂര്യനും കുടുംബത്തിനുമൊപ്പം തിരൂരിലെത്തിയത്. ജംഷീർ കൊടിഞ്ഞെ വിവരങ്ങൾ നൽകാൻ തിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ജംഷീർ, ഇത് എന്താണ് സംഭവം? ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം എപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്? ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? അമൃത തമിഴ്നാട് പോണ്ടിച്ചേരി കടരൂർ പൊറിഞ്ചിപ്പടി സ്വദേശിയായ ശ്രീപ്രിയയുടെ മകനെയാണ്, ശ്രീപ്രിയയുടെ കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള ഒരു മൊഴി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ശ്രീപ്രിയ 2 വർഷങ്ങൾക്ക് മുൻപ് മണികണ്ഠൻ എന്നൊരാളെ വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം കഴിച്ചതിൽ ഉണ്ടായ കുഞ്ഞാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് ഹരിപ്രിയ മറ്റൊരു യുവാവുമായി, ജയസൂര്യ എന്ന മറ്റൊരു യുവാവുമായി പ്രണയത്തിലാവുകയും ഇവരുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് ഈ ജയസൂര്യയും ശ്രീപ്രിയയും ജയസൂര്യയുടെ ബന്ധുക്കളും അടക്കമുള്ള സംഘം തിരൂരിലെ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ വരികയായിരുന്നു. ഈ വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ കാണാതായതോടെ സമീപത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള താമസക്കാരും മറ്റുമൊക്കെ ഇവരോട് ചോദിക്കുകയായിരുന്നു കുഞ്ഞെവിടെ എന്ന കാര്യം. എന്നാൽ ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇവർക്ക് സംശയം തോന്നി, പ്രദേശവാസികൾക്ക് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അമ്മയെയും ഈ അമ്മയുടെ കാമുകൻ ജയസൂര്യ, കാമുകൻ്റെ ജയസൂര്യയുടെ അച്ഛനും തുടങ്ങിയ ബന്ധുക്കളെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ അമ്മ ഇത്തരത്തിൽ കുഞ്ഞിനെ 11 മാസം പ്രായമായ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട് എന്നുള്ള മൊഴി നൽകിയിരിക്കുന്നതായി പോലീസ് പറയുന്നത്. അതായത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ബാഗിലാക്കി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു എന്ന ഒരു മൊഴിയാണ് ആദ്യം നൽകിയിരുന്നത്. എന്നാൽ ഈ മൊഴി മാറ്റം അതായത് ഇവർ ചോദ്യം ചോദിക്കുന്ന തോറും മൊഴിയിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ തിരൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോഴും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ഇവരുടെ ഈ മൊഴി കൂടുതൽ എടുത്തിട്ടില്ല പോലീസ്. കാരണം പല സമയങ്ങളിലായി ഇവർ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കുഞ്ഞിനെ കാണാനില്ല എന്നത് വസ്തുതയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ തരത്തിലുള്ളൊരു മൊഴിയിലേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ സ്ത്രീ അത്തരത്തിലുള്ളൊരു മൊഴി തന്നെയാണ് നൽകിയിരുന്നത്. പോലീസ് ആ രീതിയിൽ തന്നെയാണ് അന്വേഷിച്ചത്. എന്നാൽ പിന്നീട് പല രീതിയിലേക്ക് ഇവർ മൊഴി മാറ്റി പറയുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുടുംബം, ഈ സ്ത്രീയും കാമുകനും കുടുംബവും തിരൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവർ കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അമൃത. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.